ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ ഈവനിങ് സ്നാക്സ് എന്ന് പറയുന്നത് സമൂസയായിരുന്നേ. അപ്പോൾ സമൂസ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാമേ. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എന്നാലും ഞാൻ ഉണ്ടാക്കുന്നത് ആണെന്ന് പറഞ്ഞു തരാമേ. അപ്പോൾ ഞാൻ അതിലൊരു പാൻ വെച്ചിട്ട് പാനൊന്ന് ചൂടായി വരുമ്പോഴേക്കും 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നെയ്യെല്ലാം ഒന്ന് ചൂടായി വന്നപ്പോഴേക്കും ചെറിയ ജീരകം ഇട്ട് ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട്. ആ ചെറിയ ജീരകമെല്ലാം ഒന്ന് പൊട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കുറച്ച് വലിയ ജീരകം കൂടെ ഇട്ട് അതും ഒന്ന് പൊട്ടിച്ചതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച സവാള ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 മീഡിയം സൈസിലെ സവാളയായിരുന്നു ഞാൻ ചേർത്തിരിക്കുന്നത്. അതിലേക്ക് പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് വാടി വരുമ്പോഴേക്കും ഞാൻ അതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാല മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ ഗരം മസാലയും കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു സമൂസയുടെ ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ പുഴുങ്ങിയ 2 മുട്ടയും കൂടെ ചേർക്കുന്നുണ്ട്. അതും ഒന്ന് അരിഞ്ഞ് അതിലേക്കൊന്ന് ചേർത്ത് ആ മസാല എല്ലാം മുട്ടയിലൊന്ന് പിടിക്കത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കി ഒന്ന് കൊടുത്ത് യോജിപ്പിച്ചൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സമൂസയ്ക്കുള്ള ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഞാൻ സമൂസ ഷീറ്റ് ഞാനാണെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ അതൊന്ന് കറക്റ്റ് അളവിലൊന്ന് മടക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഫില്ലിങ്സ് ഒന്ന് നിറച്ച് കൊടുക്കണം. ഫില്ലിങ്സ് എല്ലാം നന്നായിട്ടൊന്ന് നിറച്ച് കൊടുത്തതിന് ശേഷം പിന്നെ അത് മടക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് മടക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഷീറ്റൊക്കെ കീറിപ്പോകാനോ പൊട്ടിപ്പോകാനോ ഒക്കെ ഉള്ള ഒരു ചാൻസ് ഉണ്ട്. പിന്നെ അതിൻ്റെ ആ മടക്കി വരുമ്പോഴൊക്കെ ലാസ്റ്റ് ഭാഗം ഒന്ന് ഇച്ചിരി മൈദ ഒന്ന് കലക്കിയിട്ട് അതൊന്ന് തേച്ചൊന്ന് കൊടുക്കുകയാണെങ്കിൽ ഒട്ടിയിരുന്നോളും. അങ്ങനെയെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് അപ്പോൾ അതിലൊരു പീസ് മാത്രം ഞാൻ വെറൈറ്റി ആയിട്ട് ഒരു ചതുരത്തിൽ ഒന്ന് മടക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് ഒന്ന് വറുത്ത് കോരുകയോ വേണ്ടു. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് നമ്മുടെ സമൂസ എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ ആദ്യത്തെ സെഷൻ ഞാൻ 2 ഇട്ടിട്ടുള്ളായിരുന്നു. അപ്പോൾ ചെറിയ ചീനിച്ചട്ടി അത് കാരണം 2 വീതമേ ഇടുന്നുള്ളൂ. അങ്ങനെ ബാക്കി ഇരുന്നതെല്ലാം കൂടി ഒന്ന് വറുത്ത് കോരി മാറ്റി വെക്കുന്നുണ്ട്. അപ്പം ഇത്ര പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം എടുത്തൊന്ന് കഴിച്ച് നോക്കുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ. താങ്ക്